അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ അന്ന? അതെ, മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ ജീവിതകഥ പറയുന്ന പത്മവ്യൂഹത്തിലെ അഭിമന്യു എന്ന സിനിമയുടെ സംവിധായകൻ വിനീഷ് ആരാധ്യയാണ് ഇന്ന് നമ്മുടെ അതിഥി. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ പുതിയ സാഹചര്യത്തിൽ സിനിമയുടെ രാഷ്ട്രീയവും സിനിമാ വിശേഷങ്ങളും പങ്കുവെക്കുകയാണ് വിനീഷ്. അതിലേക്ക് സത്യം തേടലെൻറും നവാഗത സംവിധായകൻ വിനീഷ് ആരാധ്യയാണ് ഇന്ന് അതിഥിയിൽ. കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയ കലാലയ കൊലപാതകത്തിൻ്റെ കഥ പറയുന്ന പത്മവ്യൂഹത്തിലെ അഭിമന്യുവാണ് വിനീഷ് ആരാധ്യയുടെ ആദ്യ ചിത്രം. വിനീഷ്, കേരളത്തിൽ ഏറെ ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് അഭിമന്യുവിൻ്റേത്. അത് തന്നെയാണ് ആദ്യ ചിത്രത്തിൻ്റെ പ്രമേയമായി എടുത്തത്. എന്താണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് കാരണമായത്? നമുക്കറിയാം, കേരളത്തിലെ ഏറെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ്. മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന, വട്ടവടയിൽ നിന്ന് മഹാരാജാസ് കോളേജിൽ എത്തി മഹാരാജാസ് കോളേജിലെ കെമിസ്ട്രി വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യു എന്ന ചെറുപ്പക്കാരൻ്റെ കൊലപാതകം കേരളത്തിൻ്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച, ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, കവികൾ, അതുപോലെ തന്നെ എഴുത്തുകാർ, ചിത്രകാരന്മാർ, അവരൊക്കെ അവരുടേതായ തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ഇസ്മായിൽ കാവിൽ, ആറൂൺ റഷീദ്, സുനിൽ ദത്ത് ഇവർക്കൊപ്പം ഈ കോഴിക്കോട് ബീച്ചിലിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ആശയത്തെക്കുറിച്ച് ചിന്തിച്ചതും അത് ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതിനെതിരെ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അതിൽ അഭിമന്യു വിഷയമാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് ഇത്തരം ഒരു സിനിമയുടെ, ഇതുപോലുള്ള പത്മവ്യൂഹത്തിൽ അഭിമന്യു എന്നുള്ള സിനിമയെക്കുറിച്ച് ചിന്തിച്ചതും അതിനായിട്ട് പ്രവർത്തിച്ചത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്നൊരു സമയമാണ് ഇത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ 2 ചെറുപ്പക്കാർ കാസർഗോഡ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ രൂപത്തിലുള്ളൊരു ആക്ഷേപം സാംസ്കാരിക കേരളം, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ചിത്രം, കവിതകൾ, അങ്ങനെ ഒരു പ്രതിഷേധം ഈ രാഷ്ട്രീയ കൊലപാതകത്തിനെതിരെ ഉണ്ടാവുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർ മരിക്കുമ്പോൾ കാണാത്ത ഒരു വലിയ ആവേശം സാംസ്കാരിക പ്രവർത്തകർക്കും സിനിമ അണിയറ പ്രവർത്തകർക്കുമൊക്കെ ഒരു ഇടത് സഹയാത്രികൻ്റെ കൊലയിൽ അവർ കാണുന്നു എന്നൊരു ആക്ഷേപം ഉയർത്തുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ സിനിമയും അഭിമന്യുവിൻ്റെ കഥയാണ് പറയുന്നത്. ഷുഹൈബിൻ്റെയോ ഷുക്കൂറിൻ്റെയോ ഒന്നും കഥ അതിൽ വരുന്നില്ല. അങ്ങനൊരു ആക്ഷേപം ഉണ്ടാവുന്നു. അതെങ്ങനെയാണ് നേരിടുന്നത്? നമ്മൾ ഈ സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം കലാലയ രാഷ്ട്രീയങ്ങളിലോ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിലോ ആരും കൊല ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഒരഭിമന്യുവും ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ. കാരണം എല്ലാം അമ്മ പെറ്റ മക്കൾ തന്നെയാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓരോ മരണം സംഭവിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ കൊലപാതകം സംഭവിക്കുമ്പോഴും അതിൻ്റെ പുറകിൽ വേദനിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്ക് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇവരെല്ലാം പച്ചയായ മനുഷ്യരാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സങ്കടവും വേദനയും പ്രയാസവും എല്ലാം അനുഭവിക്കുന്ന കുടുംബങ്ങളാണ്. അപ്പോൾ അവരെ ചുറ്റിപ്പറ്റിയാണ് വേദനകളും കാര്യങ്ങളൊക്കെ വരുന്നത്. രാഷ്ട്രീയം എന്നുള്ളത് മറുവശത്ത് മറ്റൊരു ഭാഗമാണ്. നമ്മൾ പറയുന്നതും നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയവും ഇത്തരം കൊലപാതകങ്ങൾ അഭിമന്യുമാരായിരുന്നാലും ഷുഹൈബുമാരായിരുന്നാലും സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം, അതിനുള്ള ബോധം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാസർഗോഡ് കൃപേഷ്, ശരത് ലാൽ 2 ചെറുപ്പക്കാർ ഈ അടുത്താണ് കൊല ചെയ്യപ്പെട്ടത്. അതെ, വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിലും സാമൂഹ്യ രംഗത്തുമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ആ രൂപത്തിൽ നേരത്തെ അഭിമന്യു കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ ഉണ്ടായിരുന്നതുപോലുള്ള ഒരു ചർച്ചയുണ്ടാവുന്നില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ആക്ഷേപിക്കുന്നു. അതിൽ വസ്തുതയുണ്ട്. ഒരു സിനിമ പ്രവർത്തകർക്ക് വേണ്ട രൂപത്തിൽ അത്തരം കൊലകളെ കാണാൻ സാധിക്കുന്നില്ല. കാസർഗോഡ് ഈ സമീപകാലത്ത് നടന്ന കൊലപാതകവും അഭിമന്യുവിൻ്റെ കൊലപാതകവും
സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ വീക്ഷണത്തിൽ 2 തലത്തിലാണ് കാണുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമയ്ക്ക് ഏറെ സാധ്യതയുള്ള 2 വിഷയങ്ങളായിരുന്നു. ഒന്ന് ഷുഹൈബിൻ്റെയും അതുപോലെ ഷുക്കൂറിൻ്റെയും കൊല. ഷുഹൈബ് ഒരു നാട്ടിൽ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഇഷ്ടത്തോടെ മാത്രം കണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ ഒരു പാതിരാവിൽ അവൻ്റെ കൈയും കാലും ഒക്കെ പൂർണ്ണമായും വെട്ടി നശിപ്പിക്കുന്ന സ്വഭാവത്തിൽ മൃഗീയമായ ആക്രമണം നേരിടുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, ഒരു ചെറുപ്പക്കാരൻ പാർട്ടി ഗ്രാമത്തിൽ ഒരുപാട് പേരുടെ ഇടയിൽ വിചാരണ ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെടുന്നു എന്ന ആക്ഷേപമില്ല. ഈ ഒരു സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ഫ്രെയിമിൽ വരുന്നില്ല. നമ്മുടെ ഫ്രെയിമിന് പുറത്താണ് കുറേ ആളുകളുടെ കൊലകൾ, മരണം എന്നാണ് ആക്ഷേപമുണ്ടാകുന്നത്. നമുക്ക് ഇത്തരത്തിൽ പുതിയ ഒരു കേരളത്തെ ഉണ്ടാക്കാൻ, നവകേരളം സൃഷ്ടിക്കാൻ, കൊലപാതക രാഷ്ട്രീയമില്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കാൻ പക്ഷം ചേരാത്ത ഒരു സാമൂഹിക പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും സിനിമാ പ്രവർത്തനവും ഒക്കെയല്ല വേണ്ടത്. തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകേണ്ടത് എന്നുള്ളത്. ഇനിയിപ്പം ഞാൻ പറയാം, ഷുഹൈബിൻ്റെതായിരുന്നാലും മറ്റ് പിന്നെ ഏത് രാഷ്ട്രീയ പ്രവർത്തകരുടേതായിരുന്നാലും അപലപിക്കേണ്ടതിനെ നമ്മൾ അപലപിക്കാൻ ചെയ്യണം. അതിന് സാംസ്കാരിക ബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള സൃഷ്ടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മളുടെയും അഭിപ്രായം. അഭിമന്യു എന്ന ഒരു സിനിമയിലൂടെ നമ്മൾ പറയുന്ന ആശയവും അത് തന്നെയാണ്. ഇനിയും ഒരു അഭിമന്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷുഹൈബും ഒക്കെ അതിൽ പെടുന്നത് തന്നെയാണ്. അതായത് ഈ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഇരകൾ ഇനി ആരും ആവരുത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെയും അണികളും സമന്മാരാണ്. അതിൽ നമ്മൾ പറയുന്ന ആശയങ്ങളിൽ ഇവരെല്ലാവരും സമന്മാരാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കലാലയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയോ അല്ല നമ്മൾ ലക്ഷ്യമിടുന്നത്. നമ്മൾ പൊതുസമൂഹത്തിന് പൊതുബോധം ഉണർത്തുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് അഭിമന്യു എന്നുള്ള ഒരു സിനിമയിലൂടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ ഈ പുതിയ സിനിമ അത് ഉണ്ടാക്കിയതൊരു വാട്സപ്പ് കൂട്ടായ്മയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. ഒരു വാട്സപ്പ് കൂട്ടായ്മ ഒരു സിനിമ നിർമ്മിക്കുക. സിനിമകൾ ജനകീയമാവുന്ന ഒരു കാലമാണ്. അപ്പോൾ വാട്സപ്പ് കൂട്ടായ്മകൾക്ക് കൂടി സിനിമകൾ ഉണ്ടാക്കാൻ കഴിയും എന്ന ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ സിനിമ. എന്താണ് അതിൻ്റെ ഒരു അനുഭവം? RMCC പ്രൊഡക്ഷൻസ്, RMCC എന്ന് പറഞ്ഞാൽ റെഡ് മലബാർ കോംറേഡ് സെൽ എന്നാണ് അതിൻ്റെ മുഴുവൻ പേരും. ഇത് ഖത്തറിൽ വെച്ചാണ് ഇത് ഞങ്ങൾ രൂപീകരിക്കുന്നത്. അതിനുശേഷം കേരളത്തിൽ ഒരുപാട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സൗഹൃദങ്ങളും അതുപോലെ വിദേശങ്ങളിലുള്ള സൗഹൃദങ്ങളും എല്ലാം ചേർന്ന് ഏകദേശം ഇപ്പോൾ ഒരു 100-500 പേര് കൂടുതൽ ഈ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ കൂടെയാണ് ഈ ഒരു സിനിമയുടെ പ്രവർത്തനം. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിലോ തന്നെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇത്രയും ഒരു ഏകദേശം 1 കോടിയിൽ പരം രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ അത്രയും സാമ്പത്തിക സമാഹരണം നടത്തി നിർമ്മിക്കുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ നിർമ്മിക്കുന്ന സിനിമ എന്നുള്ളത് ആദ്യമായിട്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. സിനിമയിലെ പ്രധാന വേഷങ്ങൾ മുഴുവനും പുതുമുഖങ്ങളാണ്. അതെ, അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പും അതിൻ്റെ ഒരു നമ്മൾ കോഴിക്കോട് വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ കാസ്റ്റിംഗ്. നളന്ദ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഈ സിനിമയെ പറ്റി അനൗൺസ് ചെയ്തപ്പോൾ കാസ്റ്റിംഗ് കോൾ വെച്ചപ്പോൾ ഏകദേശം 800-ൽ പരം അഭിനേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 200-280 പേരെയാണ് നമ്മൾ ഈ സിനിമയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ മാനദണ്ഡവും ഒന്നും വെച്ചിട്ടല്ല ഈ സിനിമയുടെ കാസ്റ്റിംഗ് കോള്. അപ്പോൾ ഇതിൽ കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, മുസ്ലിം ലീഗ്, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അടങ്ങിയ ഒരു സിനിമയാണിത്. ഇതിൽ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഇടത് രാഷ്ട്രീയക്കാർ മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു നിബന്ധനയും നമ്മൾ മുന്നോട്ട് വെച്ചില്ല. എല്ലാ രാഷ്ട്രീയക്കാരും നമ്മുടെ ഈ സിനിമയിലുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരുടെയും സപ്പോർട്ട് നമുക്കുണ്ട്. എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും നമുക്കുണ്ട്. കാരണം നമ്മൾ പറയുന്ന ആശയം അത്തരത്തിലുള്ളതായതുകൊണ്ടാണ് എല്ലാവരുടെയും സപ്പോർട്ട്. കാരണം ഈ സിനിമയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പലരെയും നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ സമീപിച്ചപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട്, ഓക്കെ ഈ സിനിമ പറയുന്ന കാര്യം പ്രമേയം ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിമന്യുവിൻ്റെ അച്ഛനായിട്ട് ഇന്ദ്രൻ സേട്ടനും അമ്മയായിട്ട് ശൈലജ
അഭിമന്യുവിൻ്റെ സഹോദരനായിട്ട് വിമൽ, സഹോദരിയായിട്ട് സംഘമിത്ര എന്നിവരാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ വട്ടവട പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് വട്ടവടയിലെ പഞ്ചായത്ത് പ്രസിഡൻ്റ് തന്നെയാണ്. പിന്നെ അഭിമന്യുവിൻ്റെ മഹാരാജാസ് കോളേജിലെ ജൂലി മിസ് അഭിമന്യുവിൻ്റെ വളരെ പ്രിയപ്പെട്ട അധ്യാപികയാണ്, കെമിസ്ട്രി അധ്യാപിക. അവരുടെ വേഷം ചെയ്തിരിക്കുന്നത് സോന നായരാണ്. പിന്നെ മറ്റൊരു അധ്യാപിക അഭിമന്യുവിൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് ഡോക്ടർ മൃദുലയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അനൂപ് ചന്ദ്രൻ അഭിമന്യു മഹാരാജാസ് കോളേജിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നിരുന്ന ഒരു പിക്കപ്പ് വാൻ ഡ്രൈവർ ഉണ്ടായിരുന്നു, പിക്കപ്പ് വണ്ടിയുടെ. അത് മുസ്തഫ എന്നുള്ള കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ മനോഹരമായി ചെയ്തിരിക്കുന്നത് അനൂപ് ചന്ദ്രനാണ്. പിന്നെ ആകാശ് ആര്യനാണ് അഭിമന്യുവിനായിട്ട് ചെയ്തിരിക്കുന്നത്. ആകാശ് വയനാട് ഒരു വിദ്യാലയത്തിലെ ജേർണലിസം വിദ്യാർത്ഥി കൂടിയാണ് ആകാശ്. ഒട്ടേറെ പുതുമുഖങ്ങളെ നിർത്തിയിട്ടാണ് ഇതിലെ 2 കഥാപാത്രങ്ങൾ. അനാമിക, ആതിര എന്നുള്ള കഥാപാത്രങ്ങൾ ശ്രുതിയും സ്നേഹയുമാണ്, പുതുമുഖങ്ങളാണ്. സ്നേഹ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അവരാണ് ശരി. ഒട്ടേറെ പുതുമുഖങ്ങളും കൂടി ചേർത്തിട്ടാണ് ഈ സിനിമ ചെയ്തത്. സിനിമയിലേക്കുള്ളൊരു വരവ് എങ്ങനെയാണ്? ആ സിനിമ ഒരു പാഷനായിട്ട് ഞാൻ ഏകദേശം ഒരു 18 വർഷത്തോളമായിട്ട് ഫീൽഡിൽ ഉണ്ട്. പക്ഷേ സീരിയൽ തച്ചോളി ഉദയനൻ എന്നുള്ള സീരിയലിലാണ് അഭിനയത്തിലൂടെയാണ് തുടങ്ങിയത്. പിന്നെ 6-7 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തിരക്കഥയിൽ സഹായിയായിട്ടും കോപ്പി റൈറ്ററായിട്ടും ഒക്കെ നിന്നിട്ടുണ്ട്. അങ്ങനെയാണ് കോപ്പി റൈറ്ററായിട്ട് നിന്നിട്ടാണ് തിരക്കഥയിലുള്ള ഒരു പരിചയം, ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അസോസിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആരുടെയും കൂടെ അങ്ങനെ വർക്ക് ചെയ്യുകയോ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല. കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള പരിചയങ്ങളാണ് ഈ സിനിമയിലേക്കുള്ള വഴി തുറന്നത്. അഭിമന്യു തിയേറ്ററുകളിലേക്ക് എത്തുക ഏത് സ്വഭാവത്തിൽ ആളുകൾ അതിനെ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമ്മൾ പറഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങളെ മുൻനിർത്തി പറയുകയാണെങ്കിൽ തീർച്ചയായും അഭിമന്യുവെ എല്ലാവരും ഒരുപോലെ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം അഭിമന്യുവിൻ്റെ പ്രമേയം അത്തരത്തിലായതുകൊണ്ട് കൊലപാതക രാഷ്ട്രീയം ഇനി ആവർത്തിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക്, മകന് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാർക്കെങ്കിലും സഹോദരങ്ങൾക്ക് ഇത്തരം വഴികളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയായിരിക്കും ഈ സിനിമ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചിന്തിക്കാനും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താനും, എന്നാൽ അത് കൊലപാതകങ്ങളിലേക്ക് കടന്നു പോകത്തക്ക രീതിയിലായിരിക്കരുത് എന്നുള്ളതും ആണ് നമ്മൾ സിനിമയിലൂടെയും പറയുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറെ ചർച്ചയാവുന്ന ഈ കാലത്ത് മാർച്ച് 8-ന് പുറത്തിറങ്ങുന്ന പത്മവ്യൂഹത്തിലെ അഭിമന്യു എന്ന ചിത്രം ചർച്ചയാവും എന്ന പ്രതീക്ഷയാണ് സംവിധായകൻ വിനീഷ് ആരാധ്യ.